വിദ്യാർത്ഥികളെ, പവർ സ്റ്റേഷനെ കുറിച്ച് ചെറിയൊരു ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നമുക്ക് അറിയാലോ. അണക്കെട്ടിലെ വെള്ളം അല്ലേ ഒരു ചെറിയ പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് വരും. ഓക്കെ, ഒരു പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് വന്നിട്ട് ടർബൈന് കറക്കുന്ന പരിപാടിയാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇതിലെ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ഹൈറ്റിലെ വെള്ളത്തിലുണ്ടാവുക ഹൈറ്റിൽ കെട്ടി നിർത്തിയ വെള്ളത്തിലുണ്ടാവുക പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. അത് താഴേക്ക് വരുമ്പോൾ ഈ പൈപ്പിലൂടെ താഴേക്ക് വരുമ്പോൾ ഇതായിട്ട് മാറും, കൈനറ്റിക് എനർജി ആയിട്ട് മാറും അല്ലേ. അങ്ങനത്തെ ടർബൈൻ കറക്കുമ്പോൾ അതെന്താവും, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. അങ്ങനെ ടർബൈൻ കറങ്ങി കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും അല്ലേ. ഈ തെർമൽ പവർ സ്റ്റേഷനിൽ ചെയ്യുന്ന പറഞ്ഞാൽ വെള്ളം ചൂടാക്കും. നമ്മൾ പുട്ടൊക്കെ ചൂടുമ്പോൾ വെള്ളം ചൂടാക്കുമ്പോൾ ആവി വരാറുണ്ടല്ലോ, അതേപോലെ വെള്ളം ശക്തമായിട്ട് ചൂടാക്കും. ഇവിടെ നാഫ്ത, കോള്, ലിഗ്നൈറ്റ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് വെള്ളം ചൂടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കിയിട്ട് വെള്ളത്തിൻ്റെ ആവി ശക്തമായിട്ട് പൈപ്പ് കൂടെ കടത്തി വിടും. ആ ആവി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ടർബൈൻ കറക്കും അല്ലേ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് ടർബൈൻ കറക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ്, സ്റ്റീമിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുക, ടർബൈൻ കറക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഏതെങ്കിലും നാഫ്തയോ അല്ലെങ്കിൽ കോള് പോലത്തെ ഫ്യൂവലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എനർജി കെമിക്കൽ എനർജിയാണ്. അല്ല, ഏത് ഫ്യൂവലിനുള്ളിലും കെമിക്കൽ എനർജിയാണ് ഉണ്ടാവുക. അത് എന്തായിട്ട് മാറും, ചൂടാക്കുമ്പോൾ ഹീറ്റായിട്ട് മാറും അല്ലേ. പിന്നെ അത് എന്താണ്, ടർബൈൻ കറക്കുമ്പോൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ദെൻ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ടർബൈൻ കറങ്ങി കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, രണ്ടും സിമിലർ കൺസെപ്റ്റാണ്. ഒന്നിൽ വെള്ളം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു, മറ്റേതിൽ സ്റ്റീം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു. അപ്പോൾ അതിൻ്റെ എനർജി ചേഞ്ചസ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ വരുന്നത് എന്താണ്, സോളാർ എനർജി അല്ലേ. സോളാർ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സോളാർ സെല്ല്. ഓക്കെ, ഇതിപ്പോൾ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുള്ള സോളാർ പാനലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ സോളാർ സെല്ലുകളാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതെന്താണെന്നല്ല ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കണമെന്നില്ല. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ കറണ്ട് ഈ ലൈറ്റ് വീഴുമ്പോൾ, ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ലൈറ്റ് വീഴുമ്പോൾ ഇതിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, പുറത്തേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ അല്ലെങ്കിൽ സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, ഇതിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ ഇതിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, പുറത്തേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഫിനോമിനൻ്റെ പേരാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ മതി, വെൻ ലൈറ്റ് ഫാൾസ് ഓൺ എ സോളാർ സെൽ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. ഓക്കെ, ഈ ഒരു ഫിനോമിനൻ്റെ പേരാണെന്ത്, ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. ഓക്കെ, ഈ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് കാരണമാണ് സോളാർ സെല്ലിൽ കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ എന്താ, സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് സോളാർ സെല്ലുകൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴാണ് അത് സോളാർ പാനലായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരുപാട് സോളാർ സെല്ലുകൾ അടുക്കി വെക്കുമ്പോൾ അതെന്തായിട്ട് മാറും, ഒരു സോളാർ പാനലായിട്ട് മാറും. ഇവിടെ അങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഇതിലെ എനർജി ചേഞ്ചസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ പാനലിലേക്ക് വരുന്നത് ലൈറ്റ് എനർജിയാണ് അല്ലേ. അപ്പോൾ ലൈറ്റ് എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നതിൻ്റെ കൺവേർഷന്. പിന്നെ ഇതിൽ ഏതാണ് ഫിനോമിനൻ, ഇതിൽ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന ഫിനോമിനാണ് ഇതിൽ നടക്കുന്നത്. പിന്നെ ഒരുപാട് സോളാർ സെല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചതാണ് എന്ത്, ഒരു സോളാർ പാനൽ. ഈ സോളാർ സെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്താണ്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. കൂടി മനസ്സിലാക്കിയേക്കാം. ഓക്കെ, സോളാർ സെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇത്രയും പോയിൻ്റാണ് ഈ ഭാഗത്തിൽ നമുക്ക് ആവശ്യം വരിക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, പിന്നെ നമ്മളിപ്പോൾ സണ്ണിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. എന്നാൽ ഡയറക്റ്റ് കറണ്ട് ഉണ്ടാക്കാതെ സണ്ണിൽ നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ ചൂടാക്കാൻ വേണ്ടി പറ്റും. അതിനൊരു ഉപകരണമാണ് സോളാർ കുക്കർ. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും 3 ഭാഗമാണുള്ളത്. ഒന്ന് ഒരു ബ്ലാക്ക് ആൻഡ് ഇൻറ്റീരിയർ, ഇതിൻ്റെ ഉള്ളിലൊരു കറുപ്പിച്ച ഇൻറ്റീരിയർ ഭാഗമുണ്ട്. ഗ്ലാസ് കവർ ഫോർ ദി ബോക്സ്, ഇവിടെ ഒരു ഗ്ലാസ് കവർ ഉണ്ട്. ദെൻ എ മിറർ ഔട്ട്സൈഡ് ദ ബോക്സ്.
ഇത് ചെയ്യുന്ന പണി ഇത്രയേ ഉള്ളൂ. സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിനെ എന്ത് ചെയ്യും, കുറേ ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് വരും. അപ്പോൾ നമ്മളുടെ കുക്കർ ചൂടാവും. കുറേ ലൈറ്റുകൾ എന്ത് ചെയ്യും, ഈ റിഫ്ലക്റ്ററിൽ മിററിൽ തട്ടിയിട്ട് തിരിച്ചു വരും. അപ്പോഴും എന്ത് ചെയ്യും, കുക്കർ ചൂടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്കൻഡ് സർഫസ് ഉണ്ട്. ബ്ലാക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം, പരമാവധി ലൈറ്റിനെ അബ്സോർവ് ചെയ്യും അല്ലേ. ബ്ലാക്ക് എല്ലാ കളർ ഓഫ് റേഡിയേഷനെ അബ്സോർവ് ചെയ്യുന്നതുകൊണ്ട് ബ്ലാക്ക് പെട്ടെന്ന് ചൂടാവും. നമുക്ക് ചൂട് കാലത്തൊക്കെ ബ്ലാക്ക് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടനുഭവപ്പെടാറുണ്ടല്ലോ. അതേപോലെ ഈ ഉള്ളിൽ ബ്ലാക്ക് ഉണ്ട്, കറുപ്പിച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടായി കിട്ടും. പിന്നെ ഫംഗ്ഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ബ്ലാക്ക് ആൻഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ പാർട്ടുകൾ. അപ്പോൾ ചിലപ്പം ചോദ്യം വന്നിട്ട് ഇതൊരു ചിത്രം തന്നിട്ട് അതാണ് ഡിവൈസ്, ഇതിൻ്റെ മെയിൻ പാർട്ട് നോക്കി അതൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ മെയിൻ പാർട്ട് ചോദിച്ചാൽ ഇത് മൂന്നും പറയണം. ഡിവൈസ് സോളാർ കുക്കറാണ്. ഓക്കെ, ഇനി സോളാർ ഹീറ്റർ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. വെള്ളം ഫുൾ ടൈം നമുക്ക് ചൂടാക്കി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ കുറേ പൈപ്പുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, കാണുന്നുണ്ടല്ലോ. ഈ പൈപ്പിൽ ഇവിടുന്ന് പച്ചവെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ടാവും. ആ പച്ചവെള്ളം ഇവിടെ ഇങ്ങനെ പോയിട്ട് നിൽക്കും, എല്ലാ സ്ഥലത്തും പോയി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് വെയിലത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ വെയിലടിച്ചിട്ട് ചൂടാവും. ആ ചൂടായ വെള്ളം ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇതിൽ ടാങ്കിലേക്ക് നിറയും. ഓക്കെ, അതിൻ്റെ ടാങ്ക് നമുക്ക് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഭാഗത്തോട് തണുത്ത വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യും, അതിങ്ങനെ ചൂടായി കഴിയുമ്പോൾ മറ്റേ ഭാഗത്തോടെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പരിപാടി. ഇതിൻ്റെയും പൈപ്പ് എന്ത് ചെയ്യും, ബ്ലാക്ക് കളറിലാണ് ഈ പൈപ്പ് ഉണ്ടാവുക, ഈ പൈപ്പുകൾ. കാരണം എന്നാലേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് പരമാവധി ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്നുള്ളൂ. അത് നോർമലി ഹോസ്പിറ്റലുകളിലും ഹോട്ടലുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം ഫുൾ ടൈം നമുക്ക് എന്ത് കിട്ടും, ചൂടുള്ള വെള്ളം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. കറണ്ട് ബില്ലിനെ പറ്റിയോ അങ്ങനെ ഒന്നിനെ പറ്റി നമ്മൾ ബോധരാണ്ട ആവശ്യമില്ല അല്ലേ. നെക്സ്റ്റ് പിന്നെ സോളാർ തെർമൽ പവർ പ്ലാന്റ്. സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സോളാർ പവർ പ്ലാന്റ് നമ്മൾ കണ്ടു അല്ലേ, സോളാർ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നത്. ഇത് സോളാർ തെർമൽ പവർ പ്ലാന്റ്. സോളാർ ഉപയോഗിച്ചിട്ട് തെർമൽ വെള്ളം ചൂടാക്കും, എന്നിട്ട് അതിൽ എന്ത് ചെയ്യും, കറണ്ട് ഉണ്ടാക്കും. നമ്മൾ നേരത്തെ പിന്നെ നാഫ്തയും കൽക്കരിയൊക്കെ പോലത്തെ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വെള്ളം ചൂടാക്കിയിട്ട് കറണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ തെർമൽ പവർ പ്ലാന്റ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ വെള്ളം ചൂടാക്കുന്നത് വെച്ചിട്ടാണ്, സോളാർ വെച്ചിട്ടാണ്. അവിടെ വെള്ളം ചൂടാക്കുന്ന ഇന്ധനങ്ങൾ വെച്ചിട്ടാണ്. ഏതെങ്കിലും അല്ല, നേരത്തെ സോളാർ പവർ പ്ലാന്റ് പറഞ്ഞപ്പോൾ അവിടെ തെർമൽ പവർ പ്ലാന്റ് പറഞ്ഞപ്പോൾ അവിടെ വെള്ളം ചൂടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫ്യൂവൽ വെച്ചിട്ടാണ്, നാഫ്ത അല്ലെങ്കിൽ കോള് പോലത്തെ ഫ്യൂവൽ വെച്ചിട്ടാണ് വെള്ളം ചൂടാക്കുന്നത്. ഓക്കെ, എന്നാൽ ഇപ്പം പറയാൻ പോകുന്ന സോളാർ പവർ പ്ലാന്റിൽ സോളാർ തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ വെള്ളം ചൂടാക്കുന്നത് സോളാർ ഉപയോഗിച്ചിട്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു കോൺകേവ് മിററിൽ ഒരു ഫോക്കസ് ഉണ്ടാവും അല്ലേ. സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന എല്ലാ ലൈറ്റിനെയും എന്താ ചെയ്യുക, ഫോക്കസിലൂടെ എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന എല്ലാ ലൈറ്റിനെയും നമുക്ക് ഫോക്കസിലൂടെയാണ് കടന്നു പോകാം. ഓക്കെ, ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു കോൺകേവ് ഷേപ്പിലുള്ള വലിയൊരു മിററല്ല, ഒരു റിഫ്ലക്ടർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കറക്റ്റ് ഫോക്കസിലാണ് ഒരു പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. ഒരു നീളത്തിലുള്ള പൈപ്പ് കാണാൻ വേണ്ടി പറ്റും. അത് കോൺകേവിൻ്റെ, ഞാൻ ഇവിടെ വൈറ്റ് കളറിൽ കാണുന്നുണ്ട്, ഒരു നീണ്ട പൈപ്പ് ഉണ്ട് അങ്ങോളം പോകുന്നത്. ഓക്കെ, ഈ പൈപ്പ് കറക്റ്റ് ഇതിൻ്റെ ഫോക്കസിലാണ് ഉണ്ടാവുക, കറക്റ്റ് ഫോക്കസിലാണ് ഈ പൈപ്പ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിങ്ങനെ ലൈറ്ററെ വന്ന് തട്ടുമ്പോൾ അത് ഫോക്കസ് കൂടിയാണ് കടന്നു പോകുക. ഇങ്ങനെ എല്ലാ ലൈറ്ററേയും എന്ത് ചെയ്യും, ഫോക്കസ് കൂടെ കടന്നു പോകും. ഓക്കെ, അപ്പോൾ ഈ ഫോക്കസ് ഭാഗത്താണ് നീണ്ട പൈപ്പ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ നീണ്ട പൈപ്പ് അല്ലേ, നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു നീണ്ട പൈപ്പ്, ഇത് കറക്റ്റ് ഈ ഒരു പൈപ്പ് കറക്റ്റ് ഫോക്കസ് ഭാഗത്താണ് ഉണ്ടാവുക. ഈ കോൺകേവ് ഷേപ്പിൻ്റെ ഫോക്കസിലാണ് ആ പൈപ്പ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ലൈറ്ററെ വന്ന് തട്ടുമ്പോൾ എല്ലാം ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പൈപ്പ് കൂടിയാണ് കടന്നു പോവുക. അപ്പം ആ നടുവിലെടുക്കുന്ന പൈപ്പിലെ വെള്ളം എന്ത് ചെയ്യും, എളുപ്പം ചൂടാവും. അതും ബ്ലാക്ക് കളർ ചെയ്യുന്നുണ്ട്. എല്ലാ ചൂടാകുന്ന സാധനം ബ്ലാക്കിലാണ് ചെയ്യുക. ഈ സണ്ണ് കൊണ്ട് ചൂടാട്ടേണ്ട എല്ലാ സാധനവും ബ്ലാക്ക് കളറിലാണ് ചെയ്യുക, പെട്ടെന്ന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവിക്കും, ഈ വെള്ളം ചൂടാവും. ഓക്കെ, അപ്പോൾ ഈ പൈപ്പിലെ വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല ചൂടുള്ള ആവി പുറത്തേക്ക് വരും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു
ടർബൈനിലേക്ക് കടത്തി വിട്ടാൽ ടർബൈൻ കറങ്ങിക്കോളും. ഇതാണ് സോളാർ തെർമൽ പവർ പ്ലാന്റ്. ഓക്കെ, ഇങ്ങനത്തെ 10ഓളം പവർ പ്ലാന്റുകൾ ഇന്ത്യയിലുണ്ട്. ഓക്കെ, രാജസ്ഥാനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരുപാടെണ്ണം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കറിയാവുന്നൊരു കാര്യമാണ് എനർജി ഫ്രം വിൻഡ്, കാറ്റിൽ നിന്ന് എനർജി എടുക്കുന്ന പരിപാടി അല്ലേ. ഇതിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അബൌട്ട് 2 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഈസ് നീഡഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് 1 മെഗാവാട്ട് പവർ. 1 മെഗാവാട്ട് പവർ ഉണ്ടാക്കണമെങ്കിൽ അറൗണ്ട് എന്ത് ചെയ്യണം, 2 ഹെക്ടർ സ്ഥലം വേണം. പിന്നെ എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെത് മെയിൻ്റനൻസ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ 2 പ്രശ്നമാണ് ഇതിനുള്ളത്. പിന്നെ ഇത് ഒരു വർഷത്തിൽ എല്ലാ സമയവും മെജോറിറ്റി സമയം കാറ്റ് കിട്ടുന്ന ഭാഗത്തായിരിക്കണം ഇതുണ്ടാവേണ്ടത് അല്ലേ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. വർഷത്തിൽ മിക്ക സമയത്തും കാറ്റുണ്ടാകുന്ന ഭാഗത്തായിരിക്കണം ഈ വിൻഡ് മില്ല് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കറണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ. ദീസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി അറ്റ് ദോസ് പ്ലേസ് വെർ വിൻഡ് ഈസ് അവൈലബിൾ മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻ എ ഇയർ. വർഷത്തിൽ മിക്ക സമയത്തും ഈറ്റുണ്ടാകുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഈ വിൻഡ് മില്ല് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇനി കടലിൽ നിന്ന് നമുക്ക് ഏതൊക്കെ രീതിയിൽ എനർജി ഉപയോഗിക്കാൻ പറ്റും നോക്കാം. ടൈഡൽ എനർജി നമുക്കറിയാം, ഏറ്റവും വേലി ഇറക്കമുണ്ട് അല്ലേ. സോ ഇവിടെ നടുക്കൊരു ടർബൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കടലാണെന്ന് സങ്കല്പിക്കുക ഈ ഭാഗത്ത്. അപ്പോൾ വേലിയേറ്റ സമയത്ത് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടും. ഓക്കെ, അന്നേരം ഇവിടെ ഒരു എന്താണ് ഒരു ഡാമെല്ലാം പോലെ ഒരു സാധനം കെട്ടി വെച്ചിട്ടുണ്ട്, ചെറിയൊരു തടസ്സം, അതിനടിയിൽ ടർബൈനുണ്ട്. അപ്പോൾ ഇവിടെ ഈ വലതുഭാഗത്ത് കടലിൽ വെള്ളം കൂടുമ്പോൾ ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യും. കാരണം ഇപ്പുറം വാട്ടർ ലെവൽ കുറവാണ്. അപ്പം നടുക്കുള്ള ടർബൈൻ ഇങ്ങനെ കറങ്ങും. ഓക്കെ, അങ്ങനെ കുറേ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വേലി ഇറക്കം വരും. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വെള്ളം നന്നായിട്ട് കുറയും. ഇത്രയുള്ള വെള്ളം താഴേക്ക് ഒഴുകിയിട്ട് ഈ ഭാഗത്ത് വെള്ളത്തിൻ്റെ ഹൈറ്റും കുറയും. ഓക്കെ, ആ സമയത്ത് ഈ ഭാഗത്ത് വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. കാരണം നേരത്തെ ഇങ്ങോട്ട് ഒഴുകിയ വെള്ളമുണ്ട് അല്ലേ, അതിവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വേലി ഇറക്കം വരുമ്പോൾ വെള്ളം എന്ത് ചെയ്യും, ഇടത്തുനിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് എന്ത് ചെയ്യും, വെള്ളം ഒഴുകും. വേലി ഇറക്കത്തിൻ്റെ സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴുകും. അപ്പോഴും ടർബൈൻ കറങ്ങും. അപ്പോഴത്തേക്ക് വേലിയേറ്റം വരും. വേലിയേറ്റം വന്നാൽ ഇവിടെ വാട്ടർ ലെവൽ കൂടി, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴുകും. വേലി ഇറക്കം വന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴുകും. അപ്പോൾ ടർബൈൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം വേലിയേറ്റവും വേലി ഇറക്കവും കൊണ്ട് ഉണ്ടാവുന്ന ഹൈറ്റ് ഡിഫറൻസ് ഒരു 5 മീറ്റർ എങ്കിലും ഉണ്ടാവണം. പക്ഷേ കേരളത്തിലത് 1 മീറ്ററിന് താഴെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ മിനിമം 5 മീറ്റർ എങ്കിലും വേണം. വേലിയേറ്റവും വേലിയിറക്കവും തമ്മിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് മിനിമം 5 മീറ്റർ വേണം. നമ്മുടെ നാട്ടിൽ എത്ര വരുന്നുള്ളൂ, മാക്സിമം 1 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ തിരമാല നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. തിരമാല വരുമ്പോൾ ടർബൈൻ കറക്കാൻ പറ്റും. അതാണ് എനർജി ഫ്രം വേവ്സ് എന്ന് പറയുന്നത്.